ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. നമ്മളെപ്പോഴും വിജയം മാത്രം ആഗ്രഹിക്കുന്നവരാണല്ലേ? എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം നേടണമെന്ന് ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ തോൽക്കുവാൻ നമുക്കാർക്കും ഇഷ്ടവുമല്ല. അപ്പോൾ പിന്നെ ഈ ഒരു പ്രകൃതി നിയമം എങ്ങനെ ശരിയാകും? ഒരാളുടെ വിജയമുണ്ടാകണമെങ്കിൽ മറുഭാഗത്ത് പരാജയമുണ്ടാകണ്ടേ? പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതും വിജയം നേടേണ്ടതും മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ചവിട്ടി മതിച്ചുകൊണ്ടാകരുത്. നമുക്കും അവനും സന്തോഷമുണ്ടാകുന്ന രീതിയിലുള്ള ഇടപെടലുകളിലൂടെ വിജയം നേടാൻ നമുക്കാവണം. അങ്ങനെ ലഭിക്കുന്ന വിജയങ്ങൾക്ക് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽപ്പും ഉണ്ടാവുകയുള്ളൂ. അറിയാതെ പോലും മറ്റൊരാളുടെ കണ്ണുനീരിന് നാം കാരണക്കാരാകരുത്. മറ്റൊരാളുടെ കണ്ണുനീര് നമ്മിൽ വീണാൽ, കണ്ണുനീരിന് നാം പാത്രമായാൽ, മറ്റൊരാളുടെ ജീവിതത്തെ ചതിച്ച് നാം നേടിയത് നമ്മുടെ ജീവിതത്തിൽ അത് നാശത്തിലേക്ക് കലാശിക്കും. ആ ഒരു കുറ്റബോധമുണ്ടല്ലോ, ജന്മാന്തരങ്ങളോളം വളരെ അസ്വസ്ഥമാക്കി നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. മറ്റൊരാളുടെ ജീവിതം തകർത്തുകൊണ്ട് ഈ നശ്വരമായ ജീവിതത്തിൽ നാം എന്തൊക്കെ നേടിയിട്ട് എന്ത് കാര്യം? ആ ഒരു താൽക്കാലിക സന്തോഷം നമ്മെ തീരാ ദുരിതത്തിലേക്കാണ് വീഴ്ത്തപ്പെടുക എന്ന് ചിന്തിക്കണം. തന്നെയുമല്ല, ആ ഒരു വിജയം, അതിന് വിജയമെന്നെങ്ങനെ പറയാൻ സാധിക്കും? സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഇല്ലാത്ത ആ ഒരു ജീവിതം, അതിന് വിജയമെന്ന് എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും? ആകയാൽ ദൈവം നമുക്ക് നൽകുന്ന, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും അക്കമിട്ട് നന്ദിയുള്ളവരായിക്കൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു സംതൃപ്തിയിലേക്ക് എത്തിക്കപ്പെടുക തന്നെ ചെയ്യും.